ഹായ്, വെൽക്കം ടു അക്ഷിത വ്ലോഗ്. ഇന്നിപ്പോൾ നമ്മളെ കാണാൻ പോകുന്നത് അച്ചുക്കുട്ടനും അപ്പുച്ചനും കൂടിയിട്ട് എയർപോർട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പം രാവിലെ നമ്മൾ പോയി എയർപോർട്ടിൽ പോയി. അപ്പോൾ 6:30-ക്കാണ് ഫ്ലൈറ്റ്, സൗദിയ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാൻഡിങ് കുറച്ച് ഡിലേ ആയി, എന്നാലും കൃത്യസമയത്ത് അവർ വന്നു കേട്ടോ. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്ത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ എനിക്ക് കണ്ടു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു ബൊക്കയും ഒരു ഡോളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇതൊന്നും ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവൾ ഓടി വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്കായി. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ടാണ് വന്നത്. നമ്മൾ റെൻറ്റിന് എടുത്ത വീടാണ് കേട്ടോ. അപ്പം അവരിങ്ങനെ മാറ്റ് ഇട്ടിട്ടാണ് നമുക്ക് തന്നത്. അപ്പം 3 മാസത്തെ കാര്യത്തിനല്ലേ, നമ്മൾ കൂടുതൽ അത് മാറ്റി തരണം എന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടക്കുറവ് തോന്നിയെങ്കിലും നടക്കാനും ഇരിക്കാനും ഒക്കെ സൂപ്പറാട്ടോ. നല്ല സൂപ്പർ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാം. ഇതിപ്പോൾ വേറെ ആൾക്കാർ ഉപയോഗിച്ചതാണെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കൊരിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരി ഇവിടെ അടുത്ത ഫ്ലാറ്റുള്ളൊരു കുട്ടിയുണ്ട്, അവൾ വീട്ടിൽ വാക്വം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ അറിയണ്ടായിരുന്നില്ല, പക്ഷെ അപ്സേട്ടന് അത് ഉപയോഗിക്കാൻ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേനും നിറച്ചും പൊടിയായിരുന്നു ആദ്യത്തെ പ്രാവശ്യം. പിന്നെ ഇപ്പോൾ 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ. നമുക്ക് ഇവിടേക്ക് ആകെ ആ ഒരു സ്റ്റാൻഡ് നമ്മൾ മേടിച്ചു, അതല്ലാതെ നമ്മളൊന്നും മേടിക്കേണ്ടി വന്നില്ല കേട്ടോ. ബാക്കി എല്ലാ തിങ്സും ഈ വീട്ടുകാരുടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1800 റിയാലാണ് നമ്മുടെ ഈ വീടിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞത്. ഇത് 2 റൂം, ഒരു റൂം ബെഡ്റൂമും ഒരു കുഞ്ഞ് സോഫ സെറ്റൊക്കെ ഉള്ളൊരു റൂമും ഒരു കുഞ്ഞ് കിച്ചണും ഒരു ബാത്റൂമും ഒരു ഹോളും, അതാണ് ഇതിൻ്റെ റെൻറ്റ്. ഇതിനും പൈസ കൂടുതലാണ്. പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2500, 2300, 3500 അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റിൻ്റെ റെൻറ്റ് കേട്ടോ. ഇന്ന് നമ്മൾ അടുത്ത ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്ത് പോയതാണ് കോർണിച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള വാട്ടർഫോളാണ് കേട്ടോ. തൊട്ടടുത്തുള്ള കോർണിച്ചാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ വാട്ടർഫോൾ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പം ഇവർ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ പുറത്ത് പോയത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സന്ധ്യ ആയത് കാരണം എനിക്കധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് വീഡിയോസേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മാളൂട്ടീനെ വീഡിയോ എടുക്കാനോട്ട് എനിക്ക് കിട്ടിയില്ല, കാരണം അവൾ ഇതൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ. പിന്നെ അവിടെ പാർക്കാണ്, കുഞ്ഞുങ്ങൾക്കുള്ള പാർക്കാണ്. സോ പാർക്കിൽ കളിക്കാനൊക്കെ പോയി. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെയുള്ള ഒരു ഗ്യാതറിങ് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക വന്നതുകൊണ്ട് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് അവളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവൾ ബിസി ആയിപ്പോയി. വീഡിയോ എടുക്കാനൊന്നും എൻ്റെ അടുത്തേക്ക് വന്നില്ല. ആ ആടുന്നതിലും അവിടെ ഓടിക്കളിക്കുന്നതിലും ഒക്കെ ഒരാൾ നമ്മുടെ ആളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മുട്ടിന് നമുക്ക് പാർക്കുണ്ട്. അങ്ങനെ നമുക്ക് ഫ്രീ ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കേട്ടോ. ഈ കയറാനും കളിക്കാനും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഫ്രീ ആയിട്ട് പാർക്കൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ഒരു കുഞ്ഞിക്കാലത്തൊന്നും അത്രയ്ക്കും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊട്ടും അറിയില്ലായിരുന്നു ഇങ്ങനെ കളിക്കാൻ പോകാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് വീണ്ടും ഫൗണ്ടേഷൻ തന്നെ എടുത്താണ് കേട്ടോ. അപ്പം എൻ്റെ മോൾക്ക് ഇങ്ങനെയെല്ലാം പറ്റണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് എപ്പോഴും, എല്ലാ കാര്യത്തിനുമേ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആ പോണ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അതായത് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത ഫിഷ് അവർ നമ്മൾക്ക് ഗ്രില്ല് ചെയ്തോ തവ ഫ്രൈ ചെയ്തോ ഒക്കെ തരും കേട്ടോ. അന്നേരമാണ് ഈ ഫ്ലാഗ് നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ സൗദിയിലെ റൗണ്ട് എബൌട്ട് എന്ന് പറയും. ഏകദേശം ഒരു 500 കിലോളം ഭാരം വരുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗിൽ 2ാം സ്ഥാനം എങ്ങാണ്ടാണ് നമ്മുടെ ജിദ്ദയിലെ ഫ്ലാഗിന് കേട്ടോ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ എളിയ അറിവാണ്. തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ഷർഫിയയിലെ ഹോളിഡേയ്സിൻ്റെ പുറകിലായിട്ടുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ലായിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 5 ഫാമിലീസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവരുടെ ഫോട്ടോയോ
അങ്ങനെയൊന്നും കാണിക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ അവരോട് പറയാതെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. സോ അവരെയൊന്നും ഞാൻ കാണിച്ചില്ല. എല്ലാവരും ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ ഫുഡ് കഴിക്കണേക്കാൾ മുമ്പുള്ള ഫോട്ടോ ആണ് ആദ്യം കണ്ടത്. കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കോലാണ് കേട്ടോ. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു. നല്ല റൈസാണ്, 3 തരം റൈസ് ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ റൈസ്, വെള്ള റൈസ്, ഒരു കറുത്ത റൈസ്. സൂപ്പർ ഫുഡാണ്. നമുക്ക് 500 റിയാലാണ് കേട്ടോ ഫുഡിനായത്. 5 ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. ഇത് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഇവരായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു ഡേ ഔട്ടിംഗ് എന്നൊക്കെ പറയുന്ന പോലെ, അത് ഞാൻ ഐറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് പോയത്. ലുലു മോളിലോട്ടാണ് പോയത്. നമ്മുടെ ഷറഫിയിലെ ദേപ്പുട്ടുവിൻ്റെ അടുത്തുള്ള ലുലു മോളിലാണ് നമ്മൾ പോയത് കേട്ടോ. ഓഫറും കാര്യങ്ങളൊന്നും സാധാരണ അവിടെ എപ്പോഴും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഓഫർ വരുന്നതാണ്. ഇപ്പം ഞങ്ങൾ ചെല്ലേണ്ട വെച്ചിട്ടാന്ന് തോന്നുന്നു അത്രയ്ക്ക് വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം നമ്മൾ പോയതാണ് കേട്ടോ. കാരണം വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ പോയത്. അത് മിനിഞ്ഞാന്ന്. അപ്പം എനിക്ക് ഡ്യൂട്ടി ആയത് കാരണം കൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങാൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ പോയതാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അച്ചുകൂട്ടനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തലയും മാലയൊക്കെ ഉള്ളൂ എല്ലാത്തിനും. ഇനി അവളുടെ ക്യാമറാമാൻ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കണം. ഞാൻ പൈപ്പ് തുറന്നിട്ട്